Hi, Namaste, welcome back to my channel Vintage. ചാർട്ട് അനാലിസിസിനെ കുറിച്ച് കൂടുതൽ അറിയാതെ, അതായത് എന്താണ് ചാർട്ട് അനാലിസിസ്, അതേപോലെ കറക്റ്റായിട്ട് ഈ ചാർട്ട് അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ട്രേഡിങ്ങിൽ എങ്ങനെ, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ട്രേഡിങ്ങിൽ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ആക്ച്വലി അറിയാൻ പാടില്ലാത്ത ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് പോസിറ്റീവ് വശങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾക്ക്, കാരണം നമുക്കറിയാതെ ഒരുപാട് ഫ്രോഡ് കേസിലൊക്കെ കയറി പോയിട്ട് നമുക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് തപ്പുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ ക്യാപിറ്റലൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടിപ്സിനെ സമീപിച്ചിട്ടും അതേപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു എവിടെ എൻട്രി എക്സിറ്റ് അറിയാതെ പ്രോപ്പറായിട്ട് ഈ ഫ്ലക്ച്വേഷനുള്ള മാർക്കറ്റിൽ കയറി നമ്മൾ ട്രേഡ് എടുക്കുകയും ചെയ്യും. നമുക്കറിയാതെ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരുന്ന അവസ്ഥകളാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ട്രേഡിങ് ചെയ്യാൻ അറിയാൻ പാടില്ലാതെ നമ്മൾ ആരെങ്കിലും കയ്യിൽ കൊടുത്ത് ട്രേഡ് ചെയ്യണം. അങ്ങനെ ഫ്രോഡ് കേസിൽ വന്ന് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അവർക്കൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാർട്ട് അനാലിസിസ് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത്. ഈ ചാർട്ട് അനാലിസിസ് നമുക്ക് ട്രേഡിങ്ങിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതായത് ട്രേഡിങ്ങിന് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് നേടാൻ വേണ്ടി ചാർട്ട് അനാലിസിസ് നിങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കും. അതേപോലെ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പം ആ സമയം വരുമ്പോൾ നമുക്ക് ഡൗട്ട്സ് വരും. അപ്പോൾ ഈ ചാർട്ട് അനാലിസിസ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് അതായത് ഒട്ടും അറിയാൻ പാടില്ല, ടെക്നിക്കൽ നോളജൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ചാർട്ട് അനാലിസിസ് പഠിക്കണമെന്നുണ്ട് വലിയ ടഫല്ല, അതൊന്നുമില്ല. കാരണം ചാർട്ട് സെറ്റ് ചെയ്യുന്ന സിമ്പിൾ സ്ട്രാറ്റജിയിലാണ്. വളരെ കമ്പ്യൂട്ടർ നോളജുള്ള ആളുകൾക്ക് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിമ്പിളായിട്ട് ലോജിക് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. അതായത് നമുക്ക് ചാർട്ട് അനാലിസിസ് കളർ കോമ്പിനേഷൻ വൈസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പനിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നമുക്ക് വെബ്സൈറ്റിൽ, നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി നമുക്ക് ഇടുന്നുണ്ട്. 2009 തുടങ്ങിയതാണ്. നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ എത്തി നിൽക്കുന്ന ഇപ്പം 8.1 ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ടോട്ടൽ 8 സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് നമുക്ക് കഴിഞ്ഞു. നമുക്ക് അതേപോലെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് മനസ്സിലാകാതെ ഈ ബിഗിനേഴ്സ് വരെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇന്നത്തെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ സ്കാൽപ്പിംഗ് കാണിക്കുന്നതിന് ഇൻട്രാഡേയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ 2 ട്രേഡുകൾ, ഇപ്പോൾ സ്കാൽപ്പിംഗ് ചെറിയൊരു പുട്ടും കിട്ടിയിട്ടുണ്ട്, അതേപോലെ നമുക്കൊരു കോൾ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പുട്ടാണെന്നുണ്ടെങ്കിൽ 51,300 നമുക്ക് പുട്ട് 3,180 നമുക്ക് നേരെ മാർക്കറ്റ് 399 വരെ രാവിലെ പോയിട്ട് നമുക്ക് പ്രോഫിറ്റ് രാവിലെ ഒരു മോർണിംഗ് നമുക്കൊരു 10 മണിക്ക് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോൾ ഓപ്ഷനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ 51,300 ഞാൻ കാണിച്ചിരുന്നു. ഇപ്പം ഇന്നത്തെ രാവിലത്തെ ട്രേഡ്. പിന്നെ രാവിലെ നോക്കുകയാണെങ്കിൽ ബൈ വന്ന് തിരിച്ച് മാർക്കറ്റ് ബാക്കിലോട്ട് ഇറങ്ങി ഇവിടുന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പോർഷൻ നമ്മൾ ഇവിടുന്ന് 3,180 പിടിച്ച് 399 വരെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സിറ്റ് ചെയ്തപ്പോൾ 82 വരെ എക്സിറ്റ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. രാവിലെ തന്നെ നമുക്കൊരു 10 മണിക്ക് മുമ്പ് നമുക്ക് പ്രോഫിറ്റ് നേടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മാർക്കറ്റിൽ വന്ന കോൾ ഓപ്ഷനിൽ നമുക്ക് മാർക്കറ്റ് അപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കയറിയിട്ട് തിരിച്ച് ബാക്കിൽ ഇറങ്ങിയ ശേഷം എടുത്ത്, കാരണം നിഫ്റ്റി ഓൾറെഡി അവിടെ കയറിയായിരുന്നു. അവിടെ തിരിച്ച് വന്ന് ഇവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് 51,268 നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 200, 300, 1 ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കോൾ ഓപ്ഷൻ. അപ്പം ഞാനിവിടെ 300 കോൾ ഓപ്ഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്കാൽപ്പിംഗ് നോക്കി രാവിലത്തെ ബ്രേക്ക് ഔട്ട് ഞാൻ പറഞ്ഞുതരാം. രാവിലത്തെ ബ്രേക്ക് ഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ ബൈ വന്ന് ഇവിടെ തിരിച്ച് ബാക്കിലോട്ട് പോയി പിന്നെ 323 കയറിയ ഒറ്റയ്ക്ക് കയറിയത് 464 വരെ പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു 11 മണിക്ക് മുമ്പ് നമുക്ക് സുഖമായിട്ടൊരു കോളും പുട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡിങ് നല്ല സുഖമായിട്ട് നമുക്ക് നല്ല രീതിയിൽ, അപ്പം മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മാക്സിമം റിട്ടേൺസ് നമ്മൾ ഏൺ ചെയ്തു. അത് പഠിക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിന് 5 മിനിറ്റ്സ് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. 5 മിനിറ്റ്സ് നമ്മൾ മെയിനായിട്ട് നമ്മൾ 5 മിനിറ്റ്സിൻ്റെ പോർഷൻ 5 മിനിറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ട്രേഡുകൾ നമുക്ക് സ്മാർട്ടായിട്ട്, അതായത് ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി സ്കാൽപ്പിംഗ് നമുക്ക് 1 മിനിറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് നേടാൻ കഴിയും. അപ്പോൾ 1 മിനിറ്റിൽ 5 മിനിറ്റ്സിൽ നമുക്ക് കിട്ടിയത് ഇവിടുന്നാണ് നമുക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് 11 മണിക്ക് ശേഷം 51,535 ബ്രേക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ഇവിടം വരെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് 780 വരെ പോയിട്ട് 3 ടാർഗറ്റ് മേടിച്ചിട്ടുമുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് ഇറങ്ങിയെങ്കിലും കൺഫർമേഷൻ സെല്ല് വന്നിട്ടില്ല, തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. അവിടെ കൺഫേം ഇല്ല, നമുക്കൊരു സെൽ ട്രേഡ് ഇല്ല അവിടെ. ഓക്കെ, എടുത്ത പോർഷൻ വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാന്നുള്ളതാണ്, നമുക്കൊരു സെൽ എടുക്കാൻ സോഫ്റ്റ് അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞു തരാം. അപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. ഗ്രീൻ കളർ എപ്പാനുമാണ് ബൈ, റെഡ് കളറാണ് സെല്ല്.
അപ്പോൾ ഇതിൽ ബൈ വരുമ്പോൾ നമുക്ക് അലേർട്ട് കിട്ടും. എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ അലേർട്ടിൽ കൊടുക്കും, സിഗ്നൽ വന്ന് എവിടെ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ കാണുന്നൊക്കെ ബൈ ആണ്, റെഡ് സെല്ല്, എക്സ്ട്രാ കളർ കാണുന്ന സൈഡ് വേസും ആണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ വരുമ്പോൾ നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ മാച്ചിങ് ചെയ്യണം. അപ്പോൾ അവിടെ കൺഫർമേഷൻ ബാർ ഗ്രീൻ വരണം, ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം. ഇത് പ്രൈസ് ഇൻ ബൈ സോൺ, ഇപ്പോൾ നോ സോൺ ആണ് കാണുന്ന, ബൈ സോൺ വന്ന് ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ 5 മിനിറ്റ് 1 മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 മിനിറ്റിൽ 1 മിനിറ്റിലെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് 1 മിനിറ്റ് കാണിക്കുന്നത്, 5 മിനിറ്റ് ആണ് 5 മിനിറ്റിലെ പ്രൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിലാണ് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ രാവിലത്തെ ഒരു ഫ്ലക്ച്വേഷൻ സമയത്ത് മാർക്കറ്റ് 1 മിനിറ്റിൽ നമുക്ക് ട്രേഡ് പെട്ടെന്ന് കിട്ടും. അതിലൊരു എൻട്രിയും എക്സിറ്റ് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് എൻട്രി എക്സിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും രാവിലത്തെ മോർണിംഗ് സെക്ഷനിൽ 11 മണിക്ക് മുമ്പ്. പിന്നെ നമുക്ക് ക്ലോസിംഗ് ലെവലിൽ നോക്കിയാൽ മതി. ഇപ്പോൾ രാവിലത്തെ ട്രേഡ് ഉണ്ടെങ്കിൽ രാവിലെ ഒരു ട്രേഡ് കിട്ടിയിട്ട് പിന്നെ ഒരു ട്രേഡിൻ്റെ ആവശ്യമേ വരുന്നില്ല. നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിന്നീട് ഒരു ചാർട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ 11 മണിക്ക് മുമ്പ് 2 ട്രേഡ് എടുത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഒരു കോൾ എടുത്ത് ഒരു പുട്ടും എടുത്തു. അപ്പോൾ 2 ട്രേഡിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറണ്ടായിട്ട്, അപ്പോൾ അതായത് കോൾ എടുക്കണോ പുട്ട് എടുക്കണോ, നമുക്ക് കറണ്ടായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ കോൾ ഓപ്ഷൻ, ഡൗൺ പുട്ട്, അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഏത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ പ്രീമിയം ചാർട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാർജിൻ പോലെ നിങ്ങൾ ആ പ്രീമിയം ആഡ് ചെയ്ത് വെക്കുക. പ്രീമിയം ചാർട്ട് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് 51,300. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഔട്ട് പോയത് ഈ ഒരു പോർഷൻ, സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് എടുത്തു, അവിടെ നിന്ന് 270 ഇരുന്നു. അതുകൊണ്ടാണ് ഞാൻ 300, അതായത് 100 പോയിന്റ്സ് മുന്നോട്ടെടുത്ത് ആഡ് ചെയ്തത്. അപ്പോൾ അത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഏത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻ ദ മണി ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് ഡീപ്പ് ഇൻ ദ മണിലേക്കും അറ്റ് ദ മണിലേക്ക് പോകാതെ ഇടയ്ക്ക് നിൽക്കുന്ന പോർഷൻ എടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ ബെറ്റർ ആണ്. ഒരുപാട് മാർജിൻ ഇല്ലാതെ ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഒറ്റിമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിൽ. ഓക്കെ, താങ്ക് യു.